തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ച ആളുകളുടെ പൾസ് പറയാൻ പറ്റുന്ന ഒരാള് പിണറായി വിജയന് പോലും അതില്ല. ഞാനോ അല്ല, ഞാൻ രാജഗോപാൽ പറഞ്ഞ വാക്കാ, ഞാൻ ഓരോരുത്തരും പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചെറിയൊരു വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ വിവാദത്തെ ഞാൻ പറഞ്ഞതല്ലോ. ഈ പറയപ്പെടുന്ന വിവാദം എന്നുള്ള ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ സംബന്ധിച്ചൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയണം. പത്മജ ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും കോൺഗ്രസ് പാർട്ടി വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ, കരുണാകരൻ്റെ മകൾ പോയി, ഇനി ആന്റണിയുടെ മകൾ പോയി, ഇനി ഉമ്മൻചാണ്ടിയുടെ മക്കൾ പോകും. പ്രചരണമാണ്. എൻ്റെ ഈ ചോരയുണ്ടല്ലോ, ഇത് കോൺഗ്രസ്സാ. നമസ്കാരം. ചോരച്ചാലുകൾ നീന്തി കയറിയ കോൺഗ്രസ്സുകാരൻ സാക്ഷാൽ ലീഡർ കെ കരുണാകരനിൽ നിന്ന് രാഷ്ട്രീയ അടിത്തടകൾ പഠിച്ച പാർട്ടി പ്രവർത്തകൻ പലപ്പോഴായി ഉയരുന്ന വിവാദങ്ങൾ സമകാലിക രാഷ്ട്രീയം വിലയിരുത്തുകയാണ് അദ്ദേഹം. മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ ദിവസങ്ങളാണ് നടന്നത്. എങ്ങനെ വിലയിരുത്തുന്നു 2024 തെരഞ്ഞെടുപ്പ്? ഈ തെരഞ്ഞെടുപ്പ് സാധാരണ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോയ തെരഞ്ഞെടുപ്പല്ല. ഇത് രാജ്യത്തെ സംബന്ധിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, UDF, LDF അല്ലെങ്കിൽ BJP എന്ന് പറയുമ്പോൾ നമ്മൾ പോയി വോട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ചിത്രം ആളുകളെല്ലാം വളരെ ഗൗരവത്തോടെ, ഞാനിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ പല ചാനലുകളിലും അല്ലാതെ വരുന്ന ലൈവായിട്ടുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ ആളുകളുടെയൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ ഒരു വികാരപരമായ സമീപനം ഈ തെരഞ്ഞെടുപ്പിനോട് വളരെ ഗൗരവമേറിയതാണ്. ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ രണ്ട് ഗവൺമെൻറ്റുകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വിലക്കയറ്റം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും ഒരേ ത്രാസിലെ രണ്ട് തട്ടുകളാണ്. ആളുകൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അതിഭയങ്കരമായ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയൊരു തെരഞ്ഞെടുപ്പാണ്. ഇത് നമ്മുടെ ഭരണഘടന എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ? നാട്ടിലെ ജനാധിപത്യം നഷ്ടപ്പെട്ടു പോകുമോ? നാട്ടിലെ മതേതരത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളോടൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റൂട്ടിലൊക്കെ നമ്മളെപ്പോഴും പോകുന്നതാണ്. സാറേ ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാണുമോ സാറേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത്ര ഗൗരവമേറിയ ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. ഒന്ന്, ഓരോ കുടുംബത്തിലെയും ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ദുസ്സഹമാക്കുന്ന ഒരു ജീവിത അന്തരീക്ഷം ഈ രണ്ട് ഗവൺമെൻറ്റുകളും സംഭാവന ചെയ്തിട്ടുണ്ട്. പ്രചരണപരമായി നയിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അവർക്ക് ഇതൊന്നും ഏശാത്ത മട്ടിലാണ് അവർ ഏത് കാര്യത്തിനും ഫേസ് ചെയ്യുന്നത്. ഫേസ് ചെയ്യുന്ന കാര്യത്തിലും എന്തെങ്കിലും പറയുന്ന കാര്യത്തിലും ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ തൊടാതെ വേറെ കാര്യങ്ങൾ പറയുന്നത് മറയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിലും, ചക്കെന്ന് ചോദിച്ചാൽ ചുക്ക് എന്ന് മറുപടി പറയുന്ന കാര്യത്തിലൊക്കെ ഒട്ടും മോശമല്ല രണ്ട് ഗവൺമെൻറ്റുകളും. ആ കാര്യത്തിൽ അവരെ PR വർക്ക് ഭയങ്കരമാണ്. പക്ഷേ എല്ലാ കാലത്തും ഈ PR വർക്ക് കൊണ്ട് ജനങ്ങളുടെ ഫീലിങ്സിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ജനങ്ങളുടെ അനുഭവത്തിൽ കൂടി ഉയർന്നു വരുന്ന വികാരങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ജനങ്ങളുടെ മനസ്സിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെയാണ്, അങ്ങനെ പറയുന്നല്ലോ, ഇങ്ങനെ പറയുന്നല്ലോ, ചില സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാകും. പക്ഷേ ഈ കൺഫ്യൂഷൻസിൻ്റെ അവസാനം ഒരു കൺക്ലൂഷനിലെത്തും ആളുകൾ. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവമാണ് ആ കൺക്ലൂഷൻ. അത് എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, ഒപ്പം ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണെന്ന് ഇവർ വിലയിരുത്തും ജനങ്ങൾ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ലഭിച്ച സീറ്റുകൾ കോൺഗ്രസിന് ഇത്തവണയും ഉറപ്പാണ്. UDF കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റാണ് കിട്ടിയത്. ഒരു ചെറിയ വോട്ടിന് ആലപ്പുഴ സീറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയപ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ആള് അങ്ങോട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായി 18 പേരുടെ ഒരു അന്തരീക്ഷത്തിലാണ്. ഇത്തവണത്തെ ഞങ്ങൾ ഈ പല സ്ഥലത്തും കാണുന്ന ഒരു അന്തരീക്ഷം വെച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ചെല്ലാൻ കഴിയാത്ത വീടുകളിൽ നിന്ന് പോലും പ്രതികരണം അനുകൂലമാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ഓടിയെത്താത്തപ്പം CPM-നെ പോലെ RSS-നെ പോലെയൊന്നും അത്ര മിലിറ്റൻ്റായി ഓർഗനൈസ്ഡ് അല്ല UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തനം. അവരൊരു ഓളത്തിൽ ഇതൊക്കെ വിശ്വാസികൾ വോട്ട് ചെയ്യും, ബാക്കി എല്ലാവരെയും കാണാം എന്നൊക്കെ പറയുന്നത് നടക്കുന്നതാണ്. ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു, വിഡ്രോയലിൻ്റെ ടൈമിലേക്ക് നമ്മൾ എത്തുകയാണ്. ആസ് ഇറ്റ് ഈസ് 20-ൽ 20 സീറ്റും UDF കേരളത്തിൽ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. ഇനി ഉറപ്പാണ്. ഇനി
ഇനി കാര്യങ്ങളുടെ ഗതിവിഗതികളൊക്കെ തീരുമാനിക്കുന്നത് ഇതിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമോ, ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമോ, ഇനി സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുമോ എന്നുള്ളത് അവശേഷിക്കുന്ന ഒരു 10-20 ദിവസമുണ്ട്. ഒരു 18-19 ദിവസം. അതിനകത്തൊരു 15 ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഈ ഒരു 10-ാം തീയതി മുതൽ 15-ാം തീയതിക്കകത്ത് ഇതിൻ്റെ ആ ഒരു തുടിപ്പ് പുറത്തു വരും. ആളുകളുടെ ഫീലിംഗ്, വൈബ്രേഷൻ പുറത്തു വരും. 15-ാം തീയതിയോടുകൂടി അട്ടിമറി വാർത്തകളൊന്നും വന്നില്ലെങ്കിൽ കറക്റ്റായി നമുക്ക് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയും. 26-ാം തീയതി എങ്ങനെയായിരിക്കും വോട്ടിംഗ് പാറ്റേൺ, പ്രത്യേകിച്ച് 20 ആകുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് ഉറച്ചിരിക്കും. അതിനകത്ത് പിന്നെ എന്തൊക്കെ വന്നാലും അതിൽ നിന്ന് മാറ്റം വലുതായിട്ട് വരില്ല. ഞാനിതിൻ്റെ അനുഭവത്തിനനുസരിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 2ാം തവണയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വരും എന്ന് പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ വാമനപുരത്ത് LDFൻ്റെ കുത്തക സീറ്റിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. 77% ജയിച്ചിട്ടില്ല. ആ സമയത്ത് അവിടെ ഞാൻ ചെന്നപ്പോൾ നല്ല സ്ഥാനാർത്ഥി, ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി കിട്ടിയത്. അപ്പോൾ എനിക്കൊരു ആവേശം, UDFനും ഒരു ആവേശമൊക്കെ വന്ന സമയമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിനൊരു 12 ദിവസത്തിന് മുമ്പാണ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ആ വാർത്തയെ കേട്ടാൽ മുഖ്യമന്ത്രി എങ്ങാണ്ടാ വന്നതൊക്കെ ചെയ്തതുപോലെയാണ്. അത്ര ഒരു ദിവസം രാവിലെ വാർത്ത വരുന്നു. CPMൻ്റെ മിഷണറി വളരെ എഫക്റ്റീവായിട്ട്. ഞാൻ പാലോട് മലയോരത്ത് ഇറങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ, സാറേ ഞങ്ങളുടെ മക്കളെയൊക്കെ ഇനി വീട്ടിൽ ഇരുത്തിയിട്ടൊക്കെ പോകാൻ പറ്റുമോ സാറേ, പഠിപ്പിക്കാൻ വിടാൻ പറ്റുമോ സാറേ? ഞാൻ ചെന്ന് ഇവിടെ ഒരു സംഭവമുണ്ട്, സാറൊന്നും അറിയുന്നില്ലേ സാറേ? ഒരു കുട്ടി, അപ്പോഴാണ് അവിടെ നിന്ന് ആൾ വന്നത്, ഇത് ലോക്കൽ മഹിളാ ഫെഡറേഷൻ്റെ ലേഡിയാണ് വരുന്നത്. അപ്പോൾ ഈ കാര്യം പ്രചരിപ്പിക്കാൻ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നതാണ്. ആദ്യം അവർക്ക് കിട്ടിയ ഏത് ഞാനായിരുന്നു. അവർ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ നമുക്ക് അനുഭവമാണല്ലോ ഓരോ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പിന്നീടുള്ള ഓരോ ദിവസവും UDFൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി. കാരണം ഇപ്പം ഇതൊന്നും ഈ പീഡനവും 5 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ചതും തട്ടിക്കൊണ്ടുപോകും കൊലപാതകമൊന്നും ഇപ്പം നാട്ടിലൊരു വിഷയമല്ല. കാര്യം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുടെ മാനസികാവസ്ഥയിലേക്ക് നാട്ടുകാർ നീങ്ങുന്നു സംശയം. കാര്യം നിത്യസംഭവമായി മാറി. കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോക്ക് ഒക്കെ നിത്യസംഭവങ്ങളായി മാറി. അപ്പം ഇതുപോലെ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്താൻ BJP മുന്നണിയോ LDF മുന്നണിയോ തയ്യാറായില്ലെങ്കിൽ BJP ബാങ്ക് അക്കൗണ്ട് തുറക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ കൂടെയുള്ള ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അല്ലാതെ രാഷ്ട്രീയ രംഗത്ത് ജനപ്രതിനിധികളുടെ കാര്യത്തിൽ പാർലമെന്റിൽ അവർ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. പണ്ട് 2 സീറ്റ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പാർലമെന്റിൽ കോൺഗ്രസിന്റെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. ഒരിക്കലും ഇതിനപ്പുറം പോലെ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. പാർലമെന്റിൽ BJPക്ക് 2 ഉണ്ടായിരുന്ന അവസരം എന്ന് ഓർമ്മയുണ്ടോ? 85 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി നഷ്ടപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. 84 ആ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് വികാരപരമായിരുന്നു. ഡൽഹിയിൽ സിഖ് വിരുദ്ധ കലാപവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ആരോടും വരുമെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും ഒരു തരംഗമായിരുന്നു. കേരളത്തിലൊക്കെ ഞങ്ങൾ ഇറക്കിയ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ അമ്മയെ ധ്യാനിച്ച് രാജീവ് ഗാന്ധിക്ക് വോട്ട് നൽകും. അതൊരു വികാരമായിരുന്നു. ഈ പാട്ടൊക്കെ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ അറിയാതെ പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോയിട്ട് ജപിക്കുന്നത് പോലെ ഒരു ജപമന്ത്രം പോലെ ആയിരുന്നു ആ സ്ലോഗൻ. ഒട്ടിച്ചു കയറി. BJPക്ക് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനൊരു തരംഗത്തിൻ്റെ കാര്യമൊന്നും ഇവിടെ ഇല്ല. പിന്നെ കുമ്മനം രാജശേഖരനും രാജഗോപാലിനും ഇല്ലാത്ത ബന്ധം രാജീവ് ചന്ദ്രശേഖരൻ ഈ മണ്ഡലത്തിലുണ്ടോ? അവർക്ക് കുമ്മനം രാജശേഖരൻ ഈ മണ്ണിന്റെ മണമുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരു പെർസെൻറ്റേജ് വോട്ടുണ്ട്. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം പോയി അതിനെക്കാട്ടി കഴിവ് തെളിയിച്ച ആളാണ് ശശി തരൂർ. പിന്നെ നോക്കട്ടെ, രാജഗോപാൽ പാലക്കാടുകാരനായിരിക്കും. രാജഗോപാലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം ജീവിച്ച തിരുവനന്തപുരത്താണ്. അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ട്, മുസ്ലിം വോട്ട് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും താഴെത്തട്ടിലുള്ള ദളിത് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളും രാജേട്ടനെ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. 10,000-കണക്കിന് വോട്ട് അതിൻ്റെ പേര് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പലതവണ തോൽപ്പിച്ച ശേഷമാണ്. ആണെങ്കിലും കുമ്മനം രാജശേഖരൻ RSSൻ്റെ കേഡറാണ്. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് RSSൻ്റെ കേഡറാണ്. കേരളത്തിലെ RSSൻ്റെ കണ്ണിലുണ്ണിയാണ്.
എല്ലാ ശ്രമവും RSSനെ കൂടി ഫീൽഡിൽ ഇറക്കാൻ വേണ്ടിയാണ് കുമ്മൻ രാജശേഖരനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാനം ഒരു 5 മാസം മുമ്പ് രാജഗോപാലും അവസാനം തുറന്നു പറഞ്ഞില്ലേ, ശശി തരൂരിനെ തോൽപ്പിക്കാൻ ഈ മണ്ഡലത്തിൽ ആർക്കും കഴിയില്ല. ഒരു സാഹചര്യം അദ്ദേഹം രാജഗോപാലിനെ പോലെ തെരഞ്ഞെടുപ്പ് അനുഭവമുള്ള ഏത് രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് കരുണാകരനൊക്കെ ജീവിച്ചത് പറയാൻ പറ്റുന്നത് ഒക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ച ആളുകളുടെ പൾസ് പറയാൻ പറ്റുന്ന ഒരാൾ പിണറായി വിജയന് പോലും അതില്ല. ഞാനോ അല്ല, ഞാൻ രാജഗോപാൽ പറഞ്ഞ വാക്കാണ്, ഞാൻ ഓരോരുത്തരും പറഞ്ഞ ഒരു വാക്കാണ് ഞാനീ പറഞ്ഞത്. രാജഗോപാലിൻ്റെ പൊളിറ്റിക്സോ രാജഗോപാലിൻ്റെ ഇത് ഞാൻ രാജേട്ടാന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളാണ് ഞാൻ. രാജേട്ടാന്ന് ഞാൻ സംസാരിക്കുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന ഈ നല്ല പ്രായമായ വയസ്സായ ആൾ പറഞ്ഞൊരു മുരട്ട് ന്യായമൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറയും. ഞാൻ അപ്പോൾ അതിന് എൻ്റെ അച്ഛൻ പറയും പോലെ കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തെ ഓപ്പണായി ഖണ്ഡിക്കാനൊന്നും പോകില്ല. ഞാൻ ഇന്ന് വെളുപ്പം കാലത്ത് 1:30 മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. 8:30 മണിക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെ UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ ഇൻ്റർവ്യൂവിനോട് ഞാൻ വന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ എനിക്ക് 12 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. 4 മണിക്ക് എനിക്ക് പോച്ചിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ. ആ വിവാദത്തെ ഞാൻ പറഞ്ഞല്ലോ. ഈ പറയപ്പെടുന്ന വിവാദം ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ സംബന്ധിച്ചൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയണം. എന്നെ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ശരചന്ദ്ര പ്രസാദ് ഇന്നാണെന്ന് പറഞ്ഞാൽ ആദ്യം ഈ മാധ്യമം ചോദിക്കേണ്ട ആരെടുത്ത. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, ഇങ്ങനെ കേട്ടല്ലോ. അപ്പോൾ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾ ആ മാന്യത കാണിക്കുന്നത്. ഇപ്പം താങ്കൾ എന്നോട് ചോദിക്കുന്ന ഒരു വാർത്ത വന്നല്ലോ, ഇത്രയും മതി. ഈ വാർത്ത ഇട്ട തിരുവനന്തപുരത്തെ ഒരു പാർട്ടിയുടെ ചാനലും പാർട്ടിയുടെ പത്രം, പിന്നെ ചില പാർട്ടിയുടെ ഈ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെ സഹായിക്കുന്ന 1-2 ചാനലുകൾ. അതേസമയം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരാരും ദൃശ്യമാധ്യമമോ പ്രിന്റഡ് മീഡിയാസോ ഒന്നും ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ല. അവർ ആ വാർത്ത കൊടുത്തില്ല. ഈ പ്രധാന ചില ചാനലിൻ്റെ പേരെടുത്തൊരു ഇൻ്റർവ്യൂ പറയുന്നത് ശരിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന മാധ്യമങ്ങളിൽ 90%, അങ്ങനെ ഞാൻ പറയാം, ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ, അവരാരും ഇട്ടില്ല. പക്ഷേ അവരെന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നല്ലോ. ഞാൻ പറയുമ്പോഴും വേണ്ടി നിങ്ങളത് അറിയാൻ. എന്നെ സംബന്ധിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ പറയണം. എന്നെ സംബന്ധിച്ച് വേറൊരാൾ കാര്യം പറഞ്ഞാലും മാന്യതയുള്ള മാധ്യമ പ്രവർത്തനത്തിൽ എന്നെ വിളിക്കും. ശരത്ത് ഇങ്ങനെ ഒരു കാര്യം കേട്ട് ശരിയാണോ? അപ്പം ഞാൻ പറയും ശരിയാണെന്ന് പറഞ്ഞാൽ അതെ ശരത്ത് പറഞ്ഞിരിക്കുന്നു. ഇതേ സമയം 2020 പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ സമയം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇത് ചില ആളുകൾ ചില മാധ്യമങ്ങൾ അങ്ങനെ മനഃപൂർവ്വം കാണാം. ചിലപ്പോൾ കാണാം കോൺഗ്രസ് പാർട്ടിയിൽ ഇതൊരു ജനാധിപത്യ പാർട്ടി. ആ ജനാധിപത്യം ചോദിച്ചാൽ അച്ഛൻ്റെ കഴുത്തിറക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളൊരു ജനാധിപത്യമുള്ളൊരു പാർട്ടിയായത്. അതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ 2 കൈ കൊണ്ട് അടിച്ചാലേ ശബ്ദം കേൾക്കും. കാറ്റടിക്കുന്നവർക്ക് നമുക്ക് വേലി കിട്ടാൻ പറ്റും. എം ജേക്കബ് സാറ് ഞങ്ങളുടെ KS കാലഘട്ടത്തിൽ അദ്ദേഹം മരിച്ചുപോയി. നമ്മുടെ ഒരു വലിയ ഗുരുവാണ്. അദ്ദേഹം പറയും വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ ചില വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ നെഞ്ച് തോർത്തിങ്ങനെ നിൽക്കും. അപ്പോൾ ഈ കൊടുങ്കാറ്റ് കടപൊഴി എടുത്തുകൊണ്ട് പോകും. അതേസമയം പ്രകൃതിയിലുള്ള ചില വൃക്ഷങ്ങളുണ്ട് വലിയ കാറ്റടിക്കുമ്പോൾ തല ഒന്ന് കുമ്പിട്ട് നിൽക്കും. അപ്പോൾ ഈ കാറ്റങ്ങ് പോകുമ്പോൾ ഈ വൃക്ഷം നേരെ നിൽക്കും. സമയത്ത് പക്ഷേ ഇതായിരുന്നില്ല, വളരെ തീവ്രമായി അതായിരുന്നു അല്ലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ യുവജന രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ശരത്ചന്ദ്ര പ്രസാദ് അല്ലേ ഇപ്പോൾ. അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ഈ വിരൽത്തുമ്പ് കേട്ടോ ഒരുപാട് കണ്ടോ, എൻ്റെ ഈ കാലിൻ്റെ അറ്റം ഇത് കാണിക്കുന്നത് ശരിയല്ല. വിരൽത്തുമ്പ് കൈയുടെ വിരൽത്തുമ്പ് കാലിൻ്റെ വിരൽത്തുമ്പ് വരെ ഒരു 10-90 കുത്തിത്തയ്യലുകളും മുറിവാടുകളും എൻ്റെ ഈ ശരീരത്തിൽ. ഈ തലമുറയിൽപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കും അറിയില്ല. താങ്കൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ടാണ് താങ്കൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് അത് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ എൻ്റെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എതിരാളികൾ എന്നെ 2-3 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. എൻ്റെ ഹാർട്ടിൻ്റെ ഭിത്തി വരെ വാരിക്കുന്തം കൊണ്ട് എൻ്റെ മുതുകത്ത് കുത്തിയിട്ട് ഹാർട്ടിൻ്റെ ഭിത്തി വരെ വന്നിരുന്നതാണ്.
1 മാസം ആശുപത്രിയിൽ 8-9 മണിക്കൂർ സീരിയസ് ഓപ്പറേഷൻ. അതുപോലെ 2ാം പ്രാവശ്യം CK നേതാർ SM കോളേജിൽ ചെമ്പഴന്തി SM കോളേജിൽ വരുന്ന സമയത്ത് എന്നെ വെട്ടിയെടുത്ത മലയുടെ മുകളിൽ താഴോട്ട് വിവസ്ത്രമായിരുന്നു. വെറും അടിവസ്ത്രം മാത്രം എൻ്റെ ശരീരം, അതും എല്ലിൽ കൊരുത്തിരുന്നുകൊണ്ട് അടിവസ്ത്രം പോകാതിരുന്നത്. ഇത്ര ഇഷ്ടിക മുറിവിൽ കൂടി എൻ്റെ ശരീരത്തിനകത്ത് കയറിപ്പോയി. അന്നും 1.5 മാസം ആശുപത്രി കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിലൊക്കെ കടന്നു വന്ന ഒരു ശരത്ചന്ദ്ര പ്രസാദ് 91-ലാണ് ആലപ്പുഴോട്ടൊക്കെ മലർത്തിയടിച്ച് ആറ്റിങ്ങൽ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ഒരു ശരത്ചന്ദ്ര പ്രസാദ് ഒതുക്കപ്പെടേണ്ടവനല്ല എന്നാണ് എൻ്റെ ഒരു. പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെ ഒരു ഞാനൊരു തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ഞാനൊരു വിവാദ പറച്ചിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പുറകോട്ട് വലികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തിക്താനുഭവങ്ങളുണ്ട്. പക്ഷേ ഞാൻ കോൺഗ്രസ് ആയത് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആരെയും കണ്ടിട്ടില്ല. ഞാൻ കോൺഗ്രസ് ആയത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബം കോൺഗ്രസ് ആയി. പിന്നെ വികാരപരമായി മഹാത്മാഗാന്ധി, ഞാനൊരു വിപ്ലവകാരിയൊക്കെ ആണെങ്കിലും മഹാത്മാഗാന്ധി എൻ്റെ ഹൃദയവികാരമാണ്. പിന്നെ 76-77 കാലഘട്ടത്തിലാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി ഇറങ്ങുന്നത്. അത് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് 2ആയി, ഇന്ദിരാഗാന്ധി എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അതുവരെ എൻ്റെ അച്ഛൻ എന്നെ എൻ്റെ മൂത്ത ചേട്ടനെ പോലെ എൻജിനീയർ ആക്കാൻ വേണ്ടി കൊണ്ട് കോളേജിൽ ചേർന്നതാണ്, ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ എടുത്ത്. മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ 78-ൽ ഇന്ദിരാഗാന്ധിയെ ഷാ കമ്മീഷന് മുമ്പിലൊക്കെ എല്ലാവരും തള്ളിപ്പറയുന്നുണ്ടപ്പോൾ എൻ്റെ വികാരം കൊടുത്തു. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇറങ്ങി. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പുകാരനായിരുന്നു. ഫസ്റ്റ് ഇയർ നല്ല മാർക്കായിരുന്നു. സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഞാൻ കോളേജ് ഇലക്ഷൻ പ്രീ ഡിഗ്രിക്കാരനായി കോളേജ് ഇലക്ഷൻ മത്സരിച്ച് ഞാൻ യൂണിവേഴ്സിറ്റി കൗൺസിൽ ഞാൻ മാത്രം ജയിച്ചു. എൻ്റെ ഇവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ജയിച്ചു. ഞങ്ങൾ 2 പേരും ജയിച്ചു. കേരളം ഒട്ടാകെ KSU തോറ്റു. ആ സമയമാണ് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ KSUവിന് നഷ്ടപ്പെടുന്നത്. 82-ൽ ഞാൻ KSU സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി ഞാൻ തിരിച്ചു പിടിച്ചു. ഞാൻ ശിവൻകുട്ടിയായിട്ട് മത്സരിച്ചിട്ട് ശിവൻകുട്ടിയെ തോപ്പിച്ച് ഞാൻ ചെയർമാനായി. അതിനുശേഷം കേരള സർവകലാശാല ഗാന്ധിയും കേരളയായിട്ട് മാറി. 78 നഷ്ടപ്പെട്ട സർവകലാശാല യൂണിയൻ 82 ഞാൻ ചെയർമാനായി തിരിച്ചു പിടിച്ചു. പിന്നെ അത് KSUവിന് കിട്ടിയിട്ടുമില്ല. പക്ഷേ അന്ന് പിന്നെ ശരത്ചന്ദ്ര പ്രസാദ് കടന്നു വന്ന വഴികളൊക്കെ വെച്ച് കണക്കൂട്ടുമ്പോൾ പലരും താങ്കളെ കടന്നുപോയതാണ്. ഇപ്പോൾ താങ്കൾക്കൊപ്പമോ താങ്കൾക്ക് കീഴിലോ പ്രവർത്തിച്ചവരാണ് പാലശാല മുതൽ കാസർഗോഡ് വരെ എല്ലാ ആൾക്കാരും. എനിക്കൊരു സന്തോഷമുള്ളത്. സന്തോഷം മാത്രമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ കേരളമൊട്ടാകെ സഞ്ചരിക്കുന്ന കോൺഗ്രസിലെ 4-5 നേതാക്കന്മാരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ്, എനിക്ക് ലഹരി വിരുദ്ധ മൂവ്മെൻറ്റ്സ്, ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും പോകലിക്കെതിരെ യൂണിവേഴ്സിറ്റി ചെയർമാനായിരിക്കുന്ന കാലം മുതൽ ഓപ്പണായി ഇറങ്ങുന്ന പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. അതിന് കുട്ടികളുടെ ഒരു സംഘടന, ദേശീയ ഭാരതരംഗം കുട്ടികളുടെ സംഘടന ഉണ്ടാക്കി 24 കൊല്ലമായി. അപ്പോൾ ഇപ്പോഴും കാസർഗോഡ് ചെന്നാലും KSU സമയത്ത് എനിക്ക് സിന്ദാബാദ് വിളിച്ച ഒരാൾ ആയിരിക്കും അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ്. കോൺഗ്രസിന്റെ ഉന്നതങ്ങളിൽ പോലും താങ്കൾക്ക് ഒപ്പമോ ഞാൻ പറയും, എൻ്റെ ബൂത്ത് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, DCC ഭാരവാഹി, DC പ്രസിഡന്റ്, KPC ഭാരവാഹി, MLAമാർ, MP മാർ, AICC നേതാക്കന്മാർ അടക്കമുള്ളവർ എന്നോടൊപ്പമോ എൻ്റെ കമ്മിറ്റിയിലോ പ്രവർത്തിച്ചവരാണ് എല്ലാവരും. ഇപ്പോഴും അവരിൽ നിന്നുള്ള സഹായം അർഹിക്കുന്ന സഹായം ഞാൻ ആവശ്യമില്ലാതെ ആരെയും പിറകിൽ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അർഹതയുള്ള സഹായം അല്ല, അർഹതയുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുമായിരുന്നില്ല. മനസ്സിലായില്ലേ? എൻ്റെ കാലിബർ അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് എപ്പോൾ ബോധ്യമാകുന്നല്ലോ എനിക്ക് ഒന്നുകൂടെ. ഇപ്പോൾ എന്നെക്കുറിച്ചൊരു വിവാദം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വാർത്തകൾ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ നിഷേധക്കുറിപ്പിട്ടു. എന്നെ സംബന്ധിക്കുന്ന കാര്യം ഞാനാണ് പറയേണ്ടത്. മാധ്യമങ്ങൾ എന്തെങ്കിലും എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മഹാമനസ്കത കാണിക്കണം എന്ന് പറഞ്ഞ് കുറിപ്പിട്ടു. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ, ഈ അടിയൊഴുക്കുകാർ ഞാൻ പറഞ്ഞില്ല, 3 കൊല്ലത്തിന് മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ അത് ചില ആളുകളുണ്ട്. ഈ മാങ്ങയുള്ള മരത്തിൽ എറിയോളെന്ന് പറയുന്ന പോലെ അറിയാവുന്നതിൻ്റെ കയ്യിൽ കൊടിയൊടുക്കുകയില്ല. നമ്മളെപ്പോലുള്ള ആളുകളുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഏൽപ്പിക്കില്ല. എൻ്റെ അനുഭവത്തിൽ എൻ്റെ കാലിബറായിരുന്നു എൻ്റെ ശത്രു. ഈ പ്രചരണത്തിൻ്റെ ചുമതല താങ്കൾക്ക് വേണ്ടതല്ലേ?
അങ്ങനെ ഞാനിപ്പോൾ ഇതില്ലെങ്കിൽ ശശി തരൂരിൻ്റെ എല്ലാവരും പറയുന്നത് ഒരു പ്രസ്താവനയാണ്. എളുപ്പത്തെ കൊണ്ട് പറയാം. ശശി തരൂരിൻ്റെ 3 ഇലക്ഷനും ഞാൻ വോളണ്ടിയറായിട്ടാണ് ശശി തരൂരിൻ്റെ പ്രചരണ പരിപാടിയിലെല്ലാം മേനക്കണ്ട് രാവിലെ ഇറങ്ങും. 5 അഡ്വാൻസ് മീറ്റിംഗ് നടത്തി പ്രചരണ പരിപാടി. ശശി തരൂർ എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു യോഗം നടന്നിരിക്കും, ഒരു പബ്ലിക് മീറ്റിംഗ്. സംഘടനാ ശേഷി അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇപ്പോഴും എനിക്ക് ഈ പാർട്ടിക്കകത്ത് സ്ഥാനമാണ്. ശരത്തിൻ്റെ പ്രസാദ് എന്ന് പറഞ്ഞാൽ ആ പേര് പറഞ്ഞ് വിളിക്കുന്നവരാണ് ഈ പാർട്ടിക്കകത്ത്. നമുക്ക് അർഹിക്കുന്ന ഒരു അത് പബ്ലിക്കിനും മാധ്യമങ്ങളുടെ ഇടയിലും പാർട്ടിക്കാരുടെ ഇടയിലും ഫീലിംഗ് ആണ്. അതുകൊണ്ട് കൂടിയാണ് ശരത്തിൻ്റെ പ്രസാദിനെ കുറിച്ച് ഒരു വാർത്ത വരുമ്പോൾ എല്ലാ മാധ്യമങ്ങളെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ എന്താണ് പീഡിപ്പിക്കപ്പെടുന്ന ആരാണ്, CPM-ൽ ആരൊക്കെയാണ്, അസ്വസ്ഥരാരൊക്കെയാണ് എന്നുള്ളത്. ഞാൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അർഹതപ്പെട്ടത് പലപ്പോഴും എന്നെ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എന്നെ ഇരുത്താൻ നേതാക്കൾ പലരും തയ്യാറായിട്ടില്ല എന്നൊരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട്. ഇത്തരത്തിലുള്ള അവഗണനയാണ് സോഷ്യൽ ലീഡറുടെ മകൾ BJP-യിലേക്ക് പോയത്. സ്ഥിരമായൊരു അവഗണന അതല്ല. ഞാൻ പത്മജ പോയതിനെ കുറിച്ച് എനിക്ക് വിഭിന്നമായ വേറൊരു അഭിപ്രായമുണ്ട്. പത്മജ ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും കോൺഗ്രസ് പാർട്ടി വിടാൻ പാടില്ല. ലീഡർ കോൺഗ്രസ് നിന്ന് ആ സമയത്ത് മാറി നിന്നല്ല, അത് ആ പ്രചരണത്തിനാണ്. ലീഡർ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് വരെ എടുത്തിട്ടില്ല, എടുക്കില്ല. ലീഡർ എനിക്കറിയുന്ന ലീഡറല്ലേ. ലീഡർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ മൂർണ്ണ പതാക വഹിക്കണം. മക്കൾക്ക് വേണ്ടി അദ്ദേഹം മക്കളെ കൈവിടാതിരിക്കാൻ വേണ്ടി ഒരു നിലപാടെടുത്ത് അവരുടെ താല്പര്യം നിന്നു കൊടുത്തു. പക്ഷേ മുരളീധരനൊക്കെ വരുന്നതിന് മുമ്പ് ലീഡർ ഞാൻ കോൺഗ്രസിലേക്ക് മുരളി പത്മജ ഒരിക്കലും പത്മജ പോക്കെന്ന് പറയുന്നത് ലീഡറുടെ ഒരു പാരമ്പര്യത്തെയാണ് കരുതേച്ചത്. ഒരിക്കലും പത്മജ പോകാൻ പാടില്ല. 3 ദിവസം കൊണ്ട് തീർന്നില്ലേ? ഇപ്പൊ പത്മജ എവിടെയാണ്? അതൊക്കെ വേറെ കാര്യം. പക്ഷെ പത്മജയെ പ്രചരണത്തിന് ഇറക്കിയ ദോഷം ചെയ്യുമെന്ന് BJP വിലയിരുത്തിയില്ലേ? അതൊരു രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ നഷ്ടമല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ, കരുണാകരൻ്റെ മകൾ പോയി, ഇനി ആന്റണിയുടെ മകൻ പോയി, ഇനി ഉമ്മൻചാണ്ടിയുടെ മക്കൾ പോകും. പ്രചരണമാണ്. എൻ്റെ ഈ ചോരയുണ്ടല്ലോ, ഇത് കോൺഗ്രസ്സാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ശരത്ചന്ദ്ര പ്രസാദിന്റെ ശവം കിടക്കുമ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ശവം മേടിച്ചടിക്കും അവരെ. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ പറഞ്ഞാലും എൻ്റെ ശവത്തിന് അപ്പം പ്രകൃതി ഒരു ശക്തി തരും. പറയുന്നവൻ്റെ മുഖം അടക്കം അടിച്ചു കൊടുക്കും. അതാണ് ശരത്ചന്ദ്ര പ്രസാദ്. ഈ ഇത്രയും അനുഭവങ്ങളുള്ള ഞാൻ 32 കൊല്ലത്തോളം KPCC ഭാരവാഹിയായിരുന്നു. ഈ പാർട്ടിയിൽ MI ഷാനവാസാണ് 30 വർഷത്തോളം ഭാരവാഹിയായിരുന്ന ഒരാൾ. ഇന്ന് ഈ പാർട്ടിക്കകത്ത്, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഞാൻ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഏറ്റവും താഴെ തട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വാർഡ് ചാക്ക വാർഡ്. പേട്ട മുതൽ മാധവരം വേളി യൂത്ത് ഹോസ്റ്റലിൽ നീണ്ടു കിടക്കുന്ന 16,000 വോട്ടുള്ള, അങ്ങനെ കേട്ടോ, 16,000 വോട്ട് കോർപ്പറേഷൻ വാർഡ്, കേരളത്തിലെ ഏറ്റവും വലിയ വാർഡ്, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ഞാൻ KSU യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, താലൂക്ക് കമ്മിറ്റി മെമ്പർ, ജില്ലാ കമ്മിറ്റി മെമ്പർ ഭയങ്കര ഗമയാണ്. ജില്ലാ കമ്മിറ്റി മെമ്പർ, ജില്ലാ വൈസ് പ്രസിഡന്റ്, എലക്റ്റഡ് ജില്ലാ പ്രസിഡന്റ് 2 തവണ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റി ചെയർമാൻ. ഞാൻ ഈ വഴിയിൽ കൂടി കടന്നു വന്നതാണ്. ഞാൻ വെള്ളം കോരിയും വിറക് കെട്ടിയും ഈ പാർട്ടിക്ക് വേണ്ടി വളർന്നതാണ്. ഞാൻ പെട്ടിയെടുത്ത് വന്ന ആളല്ല. എന്നെ ഈ കോൺഗ്രസിനകത്ത് എൻ്റെ കരചരണങ്ങളെല്ലാം വെട്ടിയിട്ടാലും എൻ്റെ ഉടൽ തുടിക്കും ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ ചേക്കേറിയ ആൾക്കാർ നാളെയുടെ ദിനങ്ങളിൽ BJP-ക്ക് ബാധ്യതാവും തോന്നുന്നു. ആയിരിക്കുമല്ലോ. ഇതിനകത്ത് ചെറിയാമ്പൽ ഇപ്പോൾ 20 കൊല്ലം CPM-ൽ പോയി നിന്നു. ചെറിയാമ്പൽ ഇപ്പോൾ തിരിച്ചു വന്നില്ലേ? ഇപ്പം തന്നെ BJP പോയ ആളുകളോട് ചോദ്യം എന്താണ് അവർ സ്ഥിതി എന്ന്. നിങ്ങൾ പത്മജ വേണുവല്ല കാസർഗോഡിൽ ഇലക്ഷൻ ഓഫീസ് ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ പത്മജ വിളക്ക് എത്തിക്കാൻ പോയപ്പോഴത്തേക്ക് BJP-യുടെ പഴയ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഉണ്ടായോ? നമ്മൾ ചില വിഷ്വൽസ് കണ്ടതാണ്. അത് പിന്നെ അദ്ദേഹം പാർട്ടിക്കാരൻ, അദ്ദേഹം കേഡർ പാർട്ടിക്കാരനാണ്. അദ്ദേഹം സ്വകാര്യമായി പരസ്യമായി പറഞ്ഞതല്ല, സ്വകാര്യമായി പാർട്ടിക്കാരോട് പറഞ്ഞ കാര്യം അതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ വിരുദ്ധ ആളുകൾ എടുത്ത് ചാനലിൽ കൊടുത്താണ്, വാർത്ത കൊടുത്താണ്. അതൊന്നും വേണ്ട. പത്മജയെ തൃശ്ശൂരിൽ പ്രചരണത്തിറക്കിയാൽ നമുക്ക് റിവേഴ്സ് ഉണ്ടാകും.
തിരിച്ചടി ഉണ്ടാകും എന്ന് BJP എന്നാണ് വിലയിരുത്തി ആരും പറയാതെ വെച്ചോണ്ടിരിക്കും. വിലയിരുത്തി പത്മജയെ പറഞ്ഞ് ഇറങ്ങണ്ടെന്ന് പറയും, വാർത്തയും കൊടുത്തു കളഞ്ഞു. ഇതിപ്പോൾ നാണക്കേട് പത്മജയ്ക്ക് വേറെ ഉണ്ടോ? ഞാൻ പത്മജ പോകുന്നതിന് മുമ്പ് പത്മജയെ ഫോണിൽ വിളിച്ചു, 10-15 പ്രാവശ്യം വിളിച്ചു, എടുത്തില്ല. കാര്യം പത്മജയ്ക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളൊരു മാനസിക, പത്മജ അപ്പോൾ ആ മാനസിക BJPയിലേക്ക് ആയിക്കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ പാർട്ടി വിടുന്ന ആളുകളൊക്കെ ഏക് ദിൻ കാ സുൽത്താനാണ്. ആ 1-2 ദിവസത്തെ വാർത്ത എന്നെ സമീപിക്കാൻ ആർക്കും ചങ്കൂറ്റമില്ല. ഞാൻ എന്താണ് എന്ന് ഇവിടെയുള്ള എല്ലാ പാർട്ടിക്കാർക്കും അറിയാം. എന്നെ സമീപിക്കാൻ ഒരുത്തരും ചങ്കൂറ്റമില്ല. ഒരു CPMൻ്റെയോ BJPയുടെ ഒരു നേതാവിനും എന്നെ സമീപിക്കാൻ ചങ്കൂറ്റമില്ല. എൻ്റെ അടുത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് നിങ്ങൾ കോൺഗ്രസിൽ ചേരാൻ പറയുന്നേ. ഞാൻ നേരിട്ട് പറയില്ലേ ഇത്. താങ്കൾ എന്നോട് നേരിച്ച് ചോദിച്ച ചോദ്യം മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ്റെ പേര് P. തങ്കപ്പൻ എന്നാണ്. നാട്ടുകാർ എൻ്റെ അച്ഛനെ വിളിക്കുന്ന തങ്കപ്പൻ മുതലാളി എന്നാണ്. ഞാൻ അത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല. എൻ്റെ അച്ഛൻ ഒരാളെ ഉള്ളൂ എനിക്ക്. എൻ്റെ ഇനിഷ്യൽ മരിക്കുന്നവരെ അത് തന്നെ ആയിരിക്കും. ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടേ മരിക്കുമോ? ഇനി എൻ്റെ അടുത്ത് ഒരു പത്രക്കാരൻ ചോദിച്ചു, അപ്പോൾ സംശയം ഞാൻ പറഞ്ഞു, സോണിയാഗാന്ധി കോൺഗ്രസ് പാർട്ടി വിടുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ വിട്ടാലോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടെന്ന് ചോദിച്ചു. ചിലപ്പോൾ വിട്ടാൽ എന്ത് ചെയ്യും? ഈ ED ഒക്കെ പീഡിപ്പിച്ചൊക്കെ അവരെ കൊണ്ടുപോയാലോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിലും ഇനി സോണിയാഗാന്ധി പോയാലും ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് വിടില്ല. എൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണ് ഈ കോൺഗ്രസ്. കാര്യം എന്നെ കേരളത്തിലെ കോൺഗ്രസ് സാധാ പ്രവർത്തകർ എന്നെ അത്ര വികാരത്തോടെയാണ് കാണുന്നത്. ശരത്ചന്ദ്ര പ്രസാദിൻ്റെ സാക്രിഫൈസ് അവർക്കറിയാം. ശരത്ചന്ദ്ര പ്രസാദിൻ്റെ സാക്രിഫൈസ് ചില നേതാക്കന്മാർക്ക് അറിയാം. അറിഞ്ഞില്ലെന്ന് നടിക്കുകയും മറച്ചു വയ്ക്കാനും ശ്രമിക്കും. പക്ഷേ താഴെത്തട്ടിലുള്ള കോൺഗ്രസ്സുകാർക്ക് UDF മാത്രമല്ല, ഈ CPMകാർ അടക്കമുള്ള ആളുകൾക്കും എന്നെ കാണുമ്പോൾ എന്തൊരു ബഹുമാനം അറിയും. മനസ്സിലായില്ലേ? ഞാൻ അവർക്കെതിരെ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അവർക്ക് എൻ്റെ ഒരു ഊർജ്ജസ്വലത അവർക്കൊരു വികാരമാണ്. പിന്നെ പത്മജ പറഞ്ഞ എനിക്കൊരു ഇഷ്ടം അങ്ങനെ തോന്നുന്നറിയോ, കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് കുറിയിടാൻ അനുവാദമില്ലായിരുന്നു. എന്നെ കാണുന്ന കാലം മുതൽ എൻ്റെ നെറ്റിയിൽ കുറിയില്ലേ. ഞാൻ ഈ കുറിയിട്ടുകൊണ്ടാണ് വെട്ടുകാട് ക്രിസ്തുരാജൻ്റെ അവിടെ പോയി മെഴുകുതിരി എത്തിക്കുന്നത്. ഞാൻ ഈ കുറിയിട്ടുകൊണ്ടാണ് ഭീമാവള്ളി ഖബർ സ്ഥാനത്ത് അവരെന്നെ ഖബറിൽ കയറ്റി എനിക്ക് യാസീൻ ഓതി തരുന്നത്. കടുവാപ്പള്ളിയിൽ ജമാഅത്തിൻ്റെ ആളെന്നാണ് അവരെന്നെ പറയുന്നത്. എനിക്ക് വേണ്ടി യാസീൻ ഓതുന്നു അവരോടെ കടുവാപ്പള്ളിയിൽ. ഈ കുറിയിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കുറി മതേതരത്തിൻ്റെ കുറി, വിശ്വാസത്തിൻ്റെ കുറിയാണ്. എല്ലാം ഭംഗിയായിരിക്കട്ടെ, സത്യസന്ധമായിരിക്കട്ടെ. കോൺഗ്രസ്സുകാരനായി തന്നെ തുടരാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ. കോൺഗ്രസ്സുകാരായി തന്നെ തുടരൂ. സന്തോഷം. ഒരാശങ്ക വേണ്ട. കോൺഗ്രസ്സാണ് ഈ ചോരയും ഈ ശക്തിയും. പുതിയ സ്ഥാനങ്ങളും കൈവരട്ടെ. എന്നെ ഞാനാക്കിയ കോൺഗ്രസ്സാണ്. ഒരിക്കലും ഞാൻ മറക്കില്ല. നമസ്കാരം. നമസ്കാരം.